പണ്ടാണെങ്കിലും ഇപ്പോഴാണെങ്കിലും അതെ, പ്രത്യേകിച്ച് പണ്ട് കുറച്ച് കൂടുതലാണ് ഈ ഒരു പ്രായത്തിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ ആ ചുക്ലി നാട് എന്നൊക്കെ പറയുമ്പോഴും അവിടെ നിന്നും ഇവിടെ വന്ന് ആലുവയെ വന്ന് കുറച്ച് ബിസിനസ്സൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാലും ഇടയ്ക്ക് ബിസിനസ്സിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പാണെങ്കിലും ദുബായിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രീതി, ഒരു കൾച്ചർ തന്നെയായിരുന്നു. പയ്യനായി ഒന്ന് പച്ച പിടിച്ചു എന്ന് കാണുമ്പോഴത്തേക്ക് ദുബായിലേക്ക് കൊണ്ടുപോകും, പ്രവാസിയാക്കാനായിട്ട് കൊണ്ടുപോകും. അത് ഇടയ്ക്ക് പറഞ്ഞു കൊണ്ടുപോകാൻ പോലും എന്നെ പറ്റുന്നില്ല, കാരണം ഞാൻ അത്രയും പോലും പഠിപ്പിൽ എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. പക്ഷേ എന്നാലും നമ്മൾ ഇടയ്ക്ക് കാണുന്ന ഒരു രീതിയാണ്, അവിടെ പോയിട്ട് എന്ത് ജോലിയാണെങ്കിലും വേണ്ടില്ല, പക്ഷെ ഇവിടെ നിന്ന് കൊണ്ടുപോകും. അങ്ങനെ ഒരിക്കൽ പോലും ഒരു അറ്റംപ്റ്റ് നടത്താൻ പോലും ദുബായിക്കൊന്നും പോയിട്ട് പോലും ഇല്ലേ? ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ പ്രവാസി എന്ന് പറയുന്നത് ഇപ്പം തുടങ്ങിയതാണ്. പ്രവാസി അവരെ ഒരു സിമ്പതിയോടുകൂടെ കാണാനും തുടങ്ങിയത് ഈ പുതിയൊരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു. ഒരു 2010 ശേഷമാണ് അവരെ പ്രവാസിയെന്നും അവർ അവിടെ അധ്വാനിക്കുന്നുണ്ട് എന്നും. ശരിക്കും ഈ 2010 ശേഷം അവിടെ വലിയ പ്രശ്നങ്ങളില്ല. പണ്ടൊക്കെ ദുബായി പോകാന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നേരെ ബസ് കയറ്റി ബോംബെയിൽ പോയി, ബോംബെയിൽ നിന്ന് 1-2 മാസം കഴിയുമ്പോൾ ചവിട്ടി കയറ്റി അങ്ങനെയൊക്കെ ദുബായിലേക്ക് പോയി ചിലപ്പോൾ 4-5 വർഷം കഴിയുമ്പോഴേക്കേ വരൂ. അന്ന് അവരെ വിളിച്ചിരുന്ന ഇവർ ദുബായിക്കാരെന്നാ. അന്ന് മറ്റേ സഹതാപത്തോടെ അവർ കണ്ടിട്ടില്ല. ഇന്ന് ശരിക്കും അത്രയും ബുദ്ധിമുട്ടില്ല. നമ്മളിപ്പോൾ ഞാനൊക്കെ എൻ്റെ തലശ്ശേരിയിൽ നിന്ന് ആലുവയിലേക്ക് വന്നാൽ 1 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ പോവാം. ഇന്ന് ഗൾഫിലേക്ക് പോകുമ്പോൾ അത്രയും കൂടി ഇല്ല. രാവിലെ പോയിട്ട് വൈകിട്ട് വരുന്ന ആൾക്കാരുണ്ട്, മാസം പോയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. മാത്രമല്ല ഇപ്പോൾ എല്ലാവരും ഫാമിലിയെ കൊണ്ടുപോയിട്ട് അവിടെ സെറ്റിൽഡ് അല്ലെങ്കിൽ ഇവിടെ സെറ്റിൽഡ് അങ്ങനെയൊക്കെയാണ്. പഴയ രീതിയിലുള്ള കഷ്ടപ്പെടുന്ന ആൾക്കാരില്ല. പക്ഷെ ഇപ്പോഴാണ് ആൾക്കാരെ പ്രവാസി എന്ന് പറഞ്ഞ സിമ്പതിയോടെ കാണുന്നത്. പണ്ട് ദുബായിക്കാരെന്ന് പറഞ്ഞിട്ട് പണ്ട് സത്യം പറഞ്ഞാൽ വെച്ചാൽ ഈ ദുബായിക്കാരെ ഞങ്ങൾക്ക് ഭയങ്കര ദേഷ്യമുള്ളൂ. പണ്ടേ ഒരു ഐ ബി ശശിയുടെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഈ മീൻ വാങ്ങിക്കാൻ ആൾക്കാർ വിലപേശി നിൽക്കുമ്പോൾ ദുബായിക്കാരെ വരുമ്പോൾ എല്ലാവരും മാറ്റി അവനെടുത്ത് കൊണ്ടുപോകും. അത് ഏറെക്കുറെ ആ ഒരു കാലഘട്ടത്തിൽ ശരിയായിരുന്നു. ശരിക്കും ദുബായിക്കാരെ പക്ഷെ അവൻ 5 വർഷം അവിടെ വെയിൽ കൊണ്ട് പണിയെടുത്തിട്ട് 1 മാസം ആഘോഷിക്കാൻ വരുന്ന. പക്ഷെ ഈ ആഘോഷിക്കാൻ വരുന്നവനെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. 1 മാസം ആഘോഷിക്കുമ്പോൾ വീണ്ടും പോയിട്ട് 5 വർഷത്തെ കഷ്ടപ്പാട് നമ്മൾ കാണുന്നില്ല. അവൻ്റെ 1 മാസത്തെ ആഘോഷം വീടിയ ഈ ആഘോഷം നമ്മുടെ ജീവിതത്തെ വല്ലാതെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. ഉദാഹരണത്തിന് അദ്ദേഹം ഈ വിവാഹ മാർക്കറ്റിൽ ഞാനൊക്കെ ഒരു കല്യാണം ആലോചിക്കുന്നത് ഒരു 80-85 കാലഘട്ടമൊക്കെയാണ്. എൻ്റെ ഒരു 21-22 വയസ്സായ കാലം. അന്ന് ദുബായിക്കാർക്ക് മാത്രമേ കല്യാണം പെട്ടിട്ടുള്ളൂ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ പ്രണയമൊന്നും ഇല്ലെങ്കിലും മിക്സഡ് ക്ലാസ്സാണ്. ക്ലാസ്സിൽ ഒരു 5-6 പെൺകുട്ടികൾ കാണാൻ രസമുള്ള. അപ്പോൾ അവരോട് സംസാരിച്ചിരിക്കുമ്പോഴൊക്കെ നമുക്ക് സ്കൂളിൽ പോകാൻ ആവേശം, പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ആകെ സ്കൂളിൽ പോകുന്ന അവരായിട്ടൊക്കെ സംസാരിച്ചിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനത്തെ പെൺകുട്ടികളൊക്കെ സ്കൂളിലുണ്ടാവും. 8-9 പഠിക്കുമ്പോൾ 2 ആഴ്ച ഒരു പെൺകുട്ടിയെ കാണൂല. അപ്പോൾ എന്ത് പറ്റി വെക്കുമ്പോൾ അവളൊരാൾ കല്യാണം കഴിച്ചു കൊണ്ടുപോയി. പിന്നെ റോഡിലേക്കൂടെ പോകുമ്പോൾ കാറിൽ പോകുന്നതാണ് ഗൾഫുകാരനായിട്ട്. ഈ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ മുഴുവൻ ദുബായിക്കാരൻ കല്യാണം കഴിച്ചു കൊണ്ടുപോകും. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് ദുബായിക്കാരെ ഭയങ്കര ദേഷ്യമാണ്. കൈ കിട്ടിയ കൊല്ലാൻ തോന്നും. കാരണം അന്നത്തെ കാലം ഇപ്പോൾ ശരിക്കും 18 വയസ്സാണ് ആ നിയമമൊക്കെ അപ്പോഴും ഉണ്ടെങ്കിലും അന്നൊക്കെ എനിക്ക് തോന്നുന്നു 16-17 വയസ്സിൽ ഇപ്പോൾ കുറേ പേരൊക്കെ തോറ്റ് ഈ കാണാൻ അധികവും പഠിക്കുന്ന കുട്ടികളൊന്നായിരിക്കില്ല. ചിലപ്പോൾ 8ാം ക്ലാസ് 9ാം ക്ലാസ് എത്തുമ്പോഴത്തേക്ക് തന്നെ 17-18 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. അപ്പം അങ്ങനത്തെ കുട്ടികളെ കംപ്ലീറ്റ് അവസാനം 10ാം ക്ലാസ് പരീക്ഷയിൽ എത്തുമ്പോൾ കാണാൻ കൊള്ളാവുന്ന ഒറ്റ പെൺകുട്ടികൾ ക്ലാസ്സിലുണ്ടാവില്ല. എക്കത്തിന് ദുബായിക്കാരൻ കല്യാണം കഴിച്ചുകൊണ്ടിരിക്കും. ആ ഒരു വെറുപ്പ് കാരണം ഇക്കയ്ക്ക് ദുബായിക്ക് പോകാനും തോന്നിയിട്ടില്ലേ? ദുബായിക്ക് പോകേണ്ട ക്വാളിറ്റി എനിക്കില്ല എന്ന് പറഞ്ഞാൽ ദുബായിക്ക് പോകായിരുന്നത്. പിന്നെ ഇങ്ങോട്ട് 15 വയസ്സിൽ ഇങ്ങോട്ട് പോന്നു. ഇവിടെയായി ദുബായിക്ക് പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ പലരും പറഞ്ഞു, എടാ 10ാം ക്ലാസ്സെങ്കിലും ഇല്ലാണ്ടെങ്കിൽ പോയിട്ട് എന്താ കാര്യം എന്നൊക്കെ പലരും പറഞ്ഞുകൊണ്ടാണ് പോകാതിരുന്നത്. അന്ന് ദുബായിക്കാരനാവാൻ ആഗ്രഹിച്ചിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, പല കല്യാണാലോചന വന്നപ്പോൾ വേണ്ട ഞങ്ങൾ ദുബായിക്കാരനെ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോഴൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് പാസ്പോർട്ട് റെഡിയാക്കി വിസ എടുത്തോന്ന് ദുബായിക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്നില്ല. പിന്നെ ഇങ്ങോട്ട് ഇവിടെ വന്ന് പെട്ടു. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് പറഞ്ഞത്. സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ഇത്ര പ്രശ്നങ്ങൾ. കോഴിക്കോടിന്റെ ഭയങ്കര ദേഷ്യമായിരുന്നു. ഇപ്പൊ അവരെ നമ്മൾ വിളിക്കുന്നത് പ്രവാസി, വളരെ അനുകമ്പയോടുകൂടിയാണ് കാണുന്നത്. അന്ന് അനുകമ്പയൊന്നും കാണിക്കില്ല. പക്ഷെ അന്നായിരുന്നു അനുകമ്പ വേണ്ടിയിരുന്നത്. അന്ന് ശരിക്കും 1 മാസം അവർ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നത് 5 കൊല്ലത്തെ കഷ്ടപ്പാട് ഇവിടെ ജീവിച്ചു തീർക്കുന്ന വീണ്ടും പോവാണ്. അപ്പൊ ശരിക്കും അന്നാ സിമ്പതി വേണമായിരുന്നു. ഇന്നാ സിമ്പതിയുടെ ആവശ്യമില്ല. ദുബായ് ഇവിടെയൊക്കെ ഒരേപോലെ. ഓക്കെ, ഇനി ഈ സിനിമ മോഹത്തിലേക്ക് വന്നല്ലോ. അത് വന്നപ്പോഴും ഒരിക്കലും സിനിമ എന്താണെന്നോ അതിൻ്റെ ടെക്നിക്കൽ സൈഡ് എന്താണെന്നോ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുമോ ഇതൊന്നും ചെയ്തിട്ടില്ല. ബിസിനസ് ചെയ്ത് കുറഞ്ഞ് സെറ്റിലായെന്ന് കഴിഞ്ഞപ്പോൾ ഇഷ്ടം കൊണ്ട് സിനിമയിലേക്ക് വന്നു. ഓക്കെ, കഥ എഴുതാം. ഒരു കഥ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് പേപ്പറിലേക്ക് എഴുതിപ്പെടുന്നു.
തിരക്കഥയും എഴുതുന്നു. പക്ഷേ ഒന്നും അറിയാത്ത ഒരാളുടെ കൂടെ പോലും അസിസ്റ്റ് ചെയ്തു പോലും ശീലമില്ലാത്ത ഒരു പയ്യൻ എങ്ങനെയാണ് സംവിധാനമൊക്കെ, അതും എത്ര ഷോർട്ട് ഫിലിംസ് ഒക്കെയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്, അതിലേക്കൊക്കെ എങ്ങനെയാണ് ആ മേക്കിങ്ങിൻ്റെ പ്രോസസ്സൊക്കെ മനസ്സിലാക്കിയതും അത് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഒക്കെ എവിടെ നിന്ന് വന്നേ? ഞാനിതുവരെ സംവിധാനം ചെയ്തിരിക്കുന്നത് ഞാൻ എഴുതിയ കഥ തന്നെയാണ്. അതെ. എനിക്കെപ്പോഴും കഥ എഴുതുമ്പോൾ ഒരിതുണ്ട്, ഞാൻ മനസ്സിലാദ്യം ഒരു കഥ തുടങ്ങി അതിൻ്റെ ക്ലൈമാക്സും അതിൻ്റെ കഥാപാത്രങ്ങളെയൊക്കെ ചേർത്തു ഒരു 30 സീൻ, ഷോർട്ട് ഫിലിം ആണെങ്കിൽ 30 സീൻ, ഒരു സിനിമയാണെങ്കിൽ ഒരു 65-70 സീൻ, അത് കറക്റ്റാക്കി വെച്ചിട്ടാണ് ഒരു ക്ലൈമാക്സ് വെച്ചിട്ട് മനസ്സിലാദ്യം സിനിമ സെറ്റ് ചെയ്യും, എന്നിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ഞാൻ എഴുതി കഴിഞ്ഞാൽ, തിരക്കഥ എഴുതി കഴിഞ്ഞാൽ ആ സിനിമ എങ്ങനെ എടുക്കണം സീൻ ബൈ സീൻ എഴുതിയിട്ടാണ് സിനിമ ഉണ്ടാക്കുക. അങ്ങനെ എഴുതി വെക്കുന്നത്. എൻ്റെ സിനിമ കൊണ്ട് എനിക്ക് സംവിധാനം ചെയ്യാൻ സുഖമാണ്. പിന്നെ ടെക്നിക്കൽ സൈഡിൽ പരിചയമുള്ള ആൾ വെക്കോട്ടെ, ഞാൻ തീരെ മണ്ടനല്ല. ടെക്നിക്കൽ സൈഡ് സംവിധായകൻ ഞാനാണെങ്കിലും അതുമായിട്ട് പരിചയമുള്ള ആളെയൊക്കെ ഞാൻ വെക്കാറുണ്ട്, അസിസ്റ്റ് ചെയ്യാൻ ടെക്നിക്കലി. അങ്ങനെ വരെ ടെക്നിക്കലി അറിയില്ലെങ്കിലും എനിക്ക് ഞാൻ കഥ എഴുതുമ്പോൾ ഇത് വിഷ്വലൈസ് ചെയ്താൽ തിയേറ്ററിൽ വരുമ്പോൾ ഇല്ല സ്ക്രീനിൽ വരുമ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കും, ഇതിൻ്റെ ക്ലൈമാക്സ് ഇവിടെ വരെ എത്തുന്നില്ല. എൻ്റെ മനസ്സിൽ ആ സിനിമ ഉണ്ട്, ഞാൻ സിനിമ കാണണ്ട. ഞാൻ സിനിമ എഴുതുമ്പോൾ തന്നെ ഇപ്പം നിങ്ങൾ വീണ്ടും ഒരു പ്രണയം കണ്ടു. ഈ വീണ്ടും ഒരു പ്രണയം എന്ന് പറഞ്ഞാൽ കഥ എഴുതുന്നതിന് മുമ്പ് തന്നെ അതെങ്ങനെ ഇപ്പം നിങ്ങൾ കണ്ടത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത്ര ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവില്ല, ചിലപ്പം ഫണ്ടിൻ്റെ മറ്റേ ഷൂട്ടിൻ്റെ ഇത് കാരണം ഞാൻ ഒരാളെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് പോലെ പറ്റൂല, എന്നാൽ ഒരു 50% എത്തിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. അത് ഉള്ളത് കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നു. വേറൊരാൾ കഥ വന്നിട്ട് സംവിധാനം ചെയ്യാൻ പറഞ്ഞാൽ ചെയ്തിട്ടില്ല, എനിക്ക് തോന്നി അറിയില്ല. പക്ഷെ അതിനുള്ള ധൈര്യം ആത്മധൈര്യമൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ ടെക്നിക്കൽ സൈഡിന് എപ്പോഴും ഒരു അതിനെക്കുറിച്ച് അറിയുന്ന ഒരാളെ അസിസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. പാളിപ്പോകാൻ പാടില്ല. അപ്പൊ അക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചെല്ലാം ചെയ്യുന്നുണ്ട്. പല പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചേ ചെയ്യൂ. വിവരമില്ല എങ്കിലും ചില കാര്യങ്ങൾ വിവരമുണ്ട്. ഈ വിവരമില്ല എന്നൊക്കെ പറയുന്നത് ശരിക്കും മിക്കയുടെ ഒരു ഭയങ്കര ഒരു സിംപ്ലിസിറ്റിയുടെയോ, എനിക്ക് വിവരമില്ല എന്നുള്ള വിവരം എനിക്ക് ഉണ്ടായാൽ മതി. എളുമയുടെ ഭാഗം മാത്രമാണത്. നമുക്ക് എന്ത് കാര്യമല്ല, നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമുക്ക് അറിയില്ല, മറ്റൊരാളുടെ ഉപദേശം തേടണം, അല്ലെങ്കിൽ കാണണം. ആ ഒരു ഇന്ന് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്കൊരു അല്ലാണ്ട് എല്ലാം നമുക്കറിയാം ഞാൻ ചെയ്തോളൂ എന്ന് കരുതാം, അത് വിവരക്കേടാ. അതെ, അത് ഒരു തികഞ്ഞ ഒരു ഓവർ കോൺഫിഡൻസ് വന്നു കഴിഞ്ഞിട്ടും കാര്യമില്ല. അത് ഇക്കടെ വലിയൊരു മനസ്സാണ്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൽ നല്ലൊരു കോൺഫിഡൻസും ഉണ്ട്. അറിയില്ലാത്ത കാര്യങ്ങൾ കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കുക, അറിയുക. എനിക്കത് അറിയില്ലാത്തതാണ് അറിയില്ല എന്ന് പറയാൻ ഒരു രീതിയിലും മടിക്കുന്ന ഒരു വ്യക്തിയും കൂടെ അല്ല. അത് തന്നെയാണ് ഇക്കയുടെ ലൈഫിൽ ഇങ്ങനെ ഇപ്പോഴും ഒരിക്കൽ പോലും ദൈവമേ അങ്ങനെ തന്നെ വരട്ടെ, ഒരു ഡൗൺഫോളോ ഒന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നതും. അത് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം, ആശ്വാസം. അത് തന്നെയാണ്. വലിയ ഉയർച്ചകൾ ഉണ്ടായില്ലെങ്കിലും താഴോട്ട് പോകാതെ പോകുന്നുണ്ട്. ഇക്ക ഇപ്പോഴും പറയുന്നു വലിയ ഉയർച്ചകളൊന്നും ഇല്ല എന്നുള്ളത്. പക്ഷേ ഇപ്പുറം നിൽക്കുന്ന ഒരു വ്യക്തി ഇക്കനെ കാണുമ്പോൾ അവനെ പോലെയൊക്കെ ആവാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പറയുന്ന എത്രയോ പേരുണ്ടാവും, ഒരുപാട് പേരുണ്ടാവും. അവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ നിങ്ങളത്രയും കഴിവില്ലാത്ത ഒരാളാണ് ഞാൻ. നിങ്ങൾ ആഗ്രഹിച്ചോ, നിങ്ങൾക്ക് ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, തീർച്ചയായിട്ടും ആകാൻ പറ്റും. അതിന് എനിക്ക് ആ കഴിവില്ലല്ലോ ഈ കഴിവില്ലോ നിങ്ങൾ കരുതണ്ട. അതിൻ്റെ എക്സാമ്പിൾ ഞാനാണ്. കഴിവ് വേണമെന്നില്ല, നമ്മൾ അതിയായി ആഗ്രഹിക്കുക, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. ഞാനെപ്പോൾ ഹാർഡ് വർക്ക് എവിടെയോ സന്തോഷ് കുളങ്ങരയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടാണ്, മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ ഉറങ്ങാതിരിക്കുന്നവനാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ഉറങ്ങാതിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഞാൻ 8 മണിക്കൂറേ ജോലി ചെയ്യും, 8 മണിക്കൂർ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. 8 മണിക്കൂർ ഉറക്കം, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ ജോലി. അങ്ങനെ നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെ എത്തില്ല. നിങ്ങൾ വിശ്രമം വേണ്ടാന്ന് വെക്കണം, അല്ല ഉറക്ക് കുറക്കണം, നിങ്ങളെ ജോലി സമയം കൂട്ടണം, നിങ്ങളെ ചിന്തകൾ കൂട്ടണം. അങ്ങനെയൊക്കെ കൂടിയെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാവാനോ ഇതുപോലെ ഏതെങ്കിലും ഒരു ഹോട്ട് സീറ്റിൽ ഒന്ന് ഇരിക്കാനോ സാധിക്കൂ. നിങ്ങൾ 8 മണിക്കൂർ ഞാൻ ജോലി ചെയ്യൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഹോട്ട് സീറ്റിലെത്തില്ല. 8 മണിക്കൂർ എനിക്ക് വിശ്രമിക്കണം എന്ന് പറഞ്ഞാലും എത്തില്ല. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ആ സമയം കൂടെ നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറായാൽ തീർച്ചയായും നിങ്ങൾക്ക് എത്താൻ പറ്റും.